ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയർ ഫിസിക്സിലെ മൂന്നാമത്തെ യൂണിറ്റായ ന്യൂക്ലിയർ ഡിറ്റക്ടേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ ചില പ്രധാന പോയിന്റ്സുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലാദ്യത്തേതാണ് ഇൻട്രാക്ഷൻ ഓഫ് ന്യൂക്ലിയർ റേഡിയേഷൻ വിത്ത് മാറ്റേഴ്സ്. നമുക്കറിയാം റേഡിയോ ന്യൂക്ലിഡ്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇതിൽ നിന്നുണ്ടാവുന്ന റേഡിയേഷൻസ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ യൂണിറ്റിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇത്തരത്തിൽ റേഡിയോ ന്യൂക്ലിഡ്സിൽ നിന്ന് റേഡിയേഷൻസിൻ്റെ ഫലമായിട്ട് എമിറ്റ് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിൾസ് ആണ് ഗാമ ഓർ ഫോട്ടോൺസ്, ബീറ്റ ഓർ ഇലക്ട്രോൺസ്, ആൽഫ ഓർ ഹീലിയം ന്യൂക്ലിയസ്. സോ ഇത്തരത്തിൽ എമിറ്റ് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിൾസ് റേഡിയേഷൻസ് എന്ത് ചെയ്യപ്പെടും? ഇത് റേഡിയോ ന്യൂക്ലിഡ്സിൽ നിന്നും പുറത്ത് വന്നതിന് ശേഷം മറ്റ് പല മാറ്റേഴ്സായിട്ടും ഇൻട്രാക്ട് ചെയ്യപ്പെടും. സോ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് ഈ മാറ്ററിൽ വ്യത്യസ്ത തരത്തിലുള്ള ഫിനോമിനാസ്, പ്രതിഭാസങ്ങൾ ഉണ്ടാവും. സോ അത്തരത്തിലുള്ള ഫിനോമിനാസിനെ കുറിച്ചാണ് നമ്മൾ ഈ പോയിന്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇൻ ദ കേസ് ഓഫ് ഫോട്ടോൺസ് ഗാമ റേസ് ആണ് നമ്മൾ എമിറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഈ ഗാമ റേസ് മറ്റ് മാറ്റേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യപ്പെട്ടാൽ വ്യത്യസ്ത തരത്തിലുള്ള 3 ഫിനോമിനാസ് അവിടെ നടക്കും. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, സെക്കൻഡ് വൺ കോംപ്റ്റൺ എഫക്റ്റ്, തേർഡ് വൺ പെയർ പ്രൊഡക്റ്റ്. സോ നമ്മൾ ആദ്യം തന്നെ ഈ 3 ഫിനോമിനാസ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റൈറ്റ്? ഓക്കെ. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്? ഡ്യൂ ടു ദി ഇൻട്രാക്ഷൻ ഓഫ് ഗാമ പാർട്ടിക്കിൾ വിത്ത് മാറ്റർ. സോ ഇതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഫിനോമിനയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഒരു ഗാമ റേ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഗാമ റേ വിത്ത് ദ എനർജി ഓഫ് HF. ദിസ് ഇസ് ദ എനർജി ഓഫ് ഇൻസിഡൻറ്റ് ഗാമ റേ. സോ ഗാമ റേ എന്ത് ചെയ്യുന്നു? ഒരു മാറ്ററിൽ ഇൻസിഡൻസ് ചെയ്യാണ്, അല്ലെങ്കിൽ ബൊമ്പാർഡ് ചെയ്യാണ്. ഈ സമയത്ത് നോർമലി നമുക്കറിയാം മാറ്റേഴ്സ്, അതായത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് ജനറലി മെറ്റാലിക് മാറ്ററിൻ്റെ കേസിലാണ് സംഭവിക്കുന്നത്. സോ ഏത് മാറ്റർ ആണെങ്കിലും അത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കണം? മോളിക്യൂൾസ് കൊണ്ടായിരിക്കണം. സോ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അത് ആറ്റങ്ങൾ കൊണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാണ് ഒരു HF എനർജി ഉള്ള, H എന്ന് പറയുന്നതാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പ്ലാങ്ക് കോൺസ്റ്റന്റ്? H ഈസ് ഈക്വൽ ടു 6.6 ഇൻറ്റു 10⁻⁻34. റൈറ്റ്? സോ F എന്ന് പറയുന്നത് ഫ്രീക്വൻസി. വാട്ട് ഈസ് F? F ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി. Frequency of what? Frequency of photons. സോ ഇവിടുന്ന് HF എനർജി ഉള്ള ഫോട്ടോൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മാറ്ററായിട്ട് ഇൻട്രാക്ട് ചെയ്യാണ്. സോ ഈ മാറ്ററിൽ എന്തുണ്ട്? നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ആറ്റം ഉണ്ട്, സെൻട്രൽ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ. സോ ഈ ഇലക്ട്രോൺസ് നമ്മളുടെ ഫോട്ടോൺസിൻ്റെ എനർജിയെ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്യുന്ന സമയത്ത് എന്താവും? ഇതിന് ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് മാറാൻ കഴിയും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇലക്ട്രോണിലുള്ളത് നമ്മളുടെ ഓർബിറ്റിലാണ്, അറ്റോമിക് ഓർബിറ്റിലാണുള്ളത്, ഡ്യൂ ടു ദി ഇൻട്രാക്ഷൻ ഓഫ് ന്യൂക്ലിയസ്. ബട്ട് നമുക്കിതിന് എക്സ്ട്രാ എനർജി കിട്ടുന്ന സമയത്ത് ഇതിന് ആ ബോണ്ടിങ് ബ്രേക്ക് ചെയ്യാൻ കഴിയും. ഇലക്ട്രോൺ ആ ബോണ്ടിങ് ബ്രേക്ക് ചെയ്യാൻ കഴിയും, അതിന് ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് മാറാൻ കഴിയും. എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ദീസ് ഇലക്ട്രോൺ വിൽ എമിറ്റ് ടു ഔട്ട്സൈഡ്. സോ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ മാറ്ററിൽ നിന്നും പുറത്തേക്ക് എമിറ്റ് ചെയ്യപ്പെടും.
അങ്ങനെയാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി ഇവിടെ അയോണൈസേഷൻ ആണ് നടക്കുന്നത് അല്ലേ? കാരണം ആറ്റം എന്ന് പറയുന്നത് ചാർജ് ലെസ് ആണ്. ഇവിടെ പ്രോട്ടോൺസിൻ്റെ എണ്ണവും ഇലക്ട്രോൺസിൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. സോ ചാർജ് ഓഫ് ആറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം അത് ന്യൂട്രൽ ആയിരിക്കും. ബട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എമിറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഈ ആറ്റത്തിന് ഒരു ചാർജ് ഉണ്ടാവും. സോ ചാർജ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമ്മൾക്ക് എന്ത് പറയാം? അയോൺസ് എന്ന് പറയാം. സോ ഇങ്ങനെ മെറ്റൽ അയോണൈസേഷൻ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദി ഇൻട്രാക്ഷൻ ഓഫ് ഗാമ പാർട്ടിക്കിൾ ഓർ ഗാമ റേഡിയേഷൻസ് വിത്ത് ദ എനർജി HF. അപ്പം ഇവിടെ ഈ ഇലക്ട്രോണിന് ഈ ആറ്റത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? ഒരു നിശ്ചിത എമൗണ്ട് എനർജി ആവശ്യമുണ്ട്. സോ ഈ ഫോട്ടോണിൻ്റെ എനർജി HF ആണ്. ഈ HF അത്ര തന്നെ വേണമെന്നുണ്ടാവില്ല, അത്രത്തോളം ആവശ്യം ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാണെങ്കിലോ സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യാണ് ഈ ഇലക്ട്രോൺ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യപ്പെടേണ്ട ഈ ആറ്റത്തിൽ നിന്നും പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ ഈ ആറ്റോമിക് അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ കുളോംബിക് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇതിന് പുറത്തേക്ക് പോകാനുള്ള എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കാം? മേ ബി HF0 ആയിരിക്കാം. സോ HFൻ്റെ ഒരു പാർട്ടായിട്ടുള്ള HF0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇലക്ട്രോണിന് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ ഈ മാറ്ററിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പുറത്ത് വരുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രോൺസ്? സോ അങ്ങനെയാണ് നമുക്ക് എന്താണ്? if the F is greater than F0, നമ്മളിവിടെ എടുക്കുന്ന ഫ്രീക്വൻസി ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് F ആണ്. ഇവിടുന്ന് എസ്കേപ്പ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോണിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് F0 ആണ്. അങ്ങനെയാണെങ്കിൽ F എന്ന് പറയുന്നത് F0-നെക്കാട്ടും വലുതാണെങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ്? H എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. വാട്ട് ഈസ് പ്ലാങ്ക് കോൺസ്റ്റൻറ്റ്? സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ എനർജി അതായത് സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ E1 ആണ് ഫോട്ടോണിൻ്റെ എനർജി, ഈ എനർജി E2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താണ്? E1 ഈസ് ഗ്രേറ്റർ ദാൻ E2. That means the energy of photon is greater than energy of emitted electrons. അപ്പോൾ ഇവിടെ എന്താണ് ആക്ച്വലി നടക്കുന്നതെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ ഈ ഇലക്ട്രോണിനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട മിനിമം എമൗണ്ട് ഓഫ് എനർജി ആവശ്യമുണ്ട്. ആ മിനിമം എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ HF0 എന്ന് എഴുതിയത്. അപ്പോൾ ഇത്തരത്തിൽ ഇലക്ട്രോണിന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ട മിനിമം എനർജിയെ നമ്മൾക്കൊരു പേര് വിളിക്കാം. ആ പേരാണ് വർക്ക് ഫംഗ്ഷൻ. ഇതിന് നമുക്ക് phi എന്ന് ഡിനോട്ട് ചെയ്യാം. സോ വാട്ട് ഈസ് phi? Phi ഈക്വൽ ടു H ഇൻറ്റു F0. അപ്പോൾ നമ്മൾ ഇവിടെ എത്രയാണ് കൊടുക്കുന്നത്? ഇൻപുട്ട് എനർജി എത്രയാണ്? HF ആണ് ഇൻപുട്ട് എനർജി. സോ അവിടെ HF-ഉം HF0 തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട് അല്ലേ? വാട്ട് ഈസ് HF മൈനസ് HF0? കാരണം HF ഈസ് ഗ്രേറ്റർ ദാൻ HF0. E1 ഈസ് ഗ്രേറ്റർ ദാൻ E2. അപ്പം ഈ വ്യത്യാസം എന്താണ്? ഈ എനർജിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ആക്ച്വലി ദാറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദിസ് ഇലക്ട്രോൺ. അപ്പം നമ്മൾ HF എനർജിയുള്ള ഫോട്ടോണിനെ ഇൻസിഡൻറ്റ് ചെയ്യാണ്. വി അലൗ ദ ഫോട്ടോൺസ് ടു ബൊംബാർഡ് വിത്ത് ദ മാറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോണിനെ ഈ മാറ്ററിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനുള്ള മിനിമം എമൗണ്ട് ഓഫ് എനർജി അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പുറത്തേക്ക് എമിറ്റ് ചെയ്യപ്പെടും. എമിറ്റ് ചെയ്ത് കഴിഞ്ഞാലോ വീണ്ടും എനർജി എക്സ്ട്രാ ഉണ്ട്. കാരണം എന്താ? HF എന്ന് പറയുന്നത് HF0-നെക്കാട്ടും വലുതാണ്. സോ ആ എക്സ്ട്രാ അല്ലെങ്കിൽ ആക്സസ് ആയിട്ട് വരുന്ന ആ എനർജി എന്തായി മാറും? ഈ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. സോ HF മൈനസ് HF0 എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ആണ്. സോ നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വാട്ട് ഈസ് കൈനറ്റിക് എനർജി? ഹാഫ് mv² ആണ്. സോ ഹാഫ് mv² is equal to HF മൈനസ് HF0. സോ HF എന്ന് പറയുന്നത് എന്താണ്? HF is equal to ഹാഫ് mv² plus HF0.
എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന എനർജി, ഈ ഫോട്ടോണിൻ്റെ എനർജി ഇലക്ട്രോൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു പാർട്ട് ഇതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, HF0. മറ്റൊരു പാർട്ട് ഇതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ഹാഫ് mv². സോ ഹാഫ് mv² പ്ലസ് HF0 എന്ന് പറയുന്നതാണ് HF. ദാറ്റ് ഈസ് ദ എനർജി ഓഫ് ഇൻസിഡൻറ്റ് ഫോട്ടോൺ. അപ്പം ഇത്തരത്തിൽ ഫോട്ടോൺസ് മാറ്ററായിട്ട് ഇൻട്രാക്ട് ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസ് ആ മാറ്ററിൽ നിന്നും എസ്കേപ്പ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇതിലുണ്ടാവുന്ന ആറ്റംസ് എന്തായിട്ട് മാറുന്നു? അയോൺസ് ആയി മാറുന്നു. ഈ ഫിനോമിനാസിനെ അല്ലെങ്കിൽ ഈ എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്? സോ ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് caused due to the influence of photons. Right? Okay. ഇനി നമുക്ക് നമ്മളുടെ സെക്കൻഡ് എന്തായിരുന്നു? സെക്കൻഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോംപ്റ്റൺ എഫക്റ്റ്. സോ എന്താണ് കോംപ്റ്റൺ എഫക്റ്റ് എന്നുള്ളത് നോക്കാം. ഓക്കെ, കോംപ്റ്റൺ എഫക്റ്റ് നമ്മളിപ്പോൾ വിചാരിക്കുകയാണ് നമ്മളുടെ ഇതേപോലെ നമ്മൾ നേരത്തെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ കൺസിഡർ ചെയ്ത പോലെ തന്നെ ഒരു ഫോട്ടോൺ എന്ത് ചെയ്യുന്നു? ഒരു ആറ്റത്തിൻ്റെ ഒരു മാറ്ററിലെ ആറ്റമായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ബോംബാർഡ് ചെയ്യാണ്. ബോംബാർഡ് ചെയ്യുന്ന സമയത്ത് സപ്പോസ് ഇതാണ് ഇവിടെ ഇലക്ട്രോൺ ആണെന്ന് കൺസിഡർ ചെയ്യാം. സോ ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത്, ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് HF ആണെന്ന് വിചാരിക്കാം. HF, ദാറ്റ് ഈസ് E1. E1 ഈസ് ദി എനർജി ഓഫ് ഇൻസിഡൻറ്റ് ഫോട്ടോൺ ആൻഡ് F ഈസ് ദ ഫ്രീക്വൻസി. സോ ഇവിടെ എന്തുണ്ടാവണം? ഡെഫിനറ്റ്ലി അതിൻ്റെ എനർജി എന്ന് പറയുന്നത് E1 നമ്മൾ കൺസിഡർ ചെയ്തു, E1 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഒരു മൊമെൻ്റ് ഉണ്ടായിരിക്കണം. മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ P1 ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഇതിനൊരു വേവ് ലെങ്ത് ഉണ്ടാവും. സോ ഈ ഫോട്ടോൺസിൻ്റെ വേവ് ലെങ്ത് എന്നത് λ1 ആണെന്ന് വിചാരിക്കുക. ഇതെന്ത് ചെയ്യുന്നു? നമ്മളുടെ ആറ്റം, മാറ്ററിലെ ആറ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണ്. ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രോൺ, നമ്മൾ നേരത്തെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പഠിച്ചതുപോലെ തന്നെ ഈ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഈ ആറ്റത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യും. എസ്കേപ്പ് ചെയ്യുന്നത് മാത്രമല്ല, ഇവിടെ ഈ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഫോട്ടോൺസ് അല്ലെങ്കിൽ ഗാമ റേസ് എന്താവും? ഈ ആറ്റത്തിൽ ബോംബാർഡ് ചെയ്തതിന് ശേഷം ഇതിനൊരു സ്കാറ്ററിങ് സംഭവിക്കും. സോ ഇതിങ്ങനെ വന്നു, ഇവിടെ ഈ ഇലക്ട്രോണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ദിസ് ഇൻട്രാക്ഷൻ ഈ ഗാമ റേസ് എന്താവും? സ്കാറ്റർ ചെയ്യപ്പെടും. സോ ഞാനിവിടെ E1 ആണ് ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്തെങ്കിൽ ഇതിനെ നമുക്ക് E2 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. E2. എന്തുകൊണ്ടാണ് E2 എന്ന് പറയാൻ കാരണം? ഇവിടെ ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത് E1 ആണെങ്കിൽ ഒരിക്കലും ഇതേ എനർജി നമ്മളുടെ ഈ സ്കാറ്റേർഡ് റേക്ക് ഉണ്ടാവില്ല. അത് ഡിഫറെൻറ്റ് ഫ്രം E1. സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ E2 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ E1 എന്ന് പറയുന്നത് HF ആണെങ്കിൽ ഇവിടെ E2 എന്ന് പറയുന്നത് എന്തായിരിക്കും? HF സംതിങ്, F1 ഓർ F2, ഇത്തരത്തിൽ ഏതെങ്കിലും ആവാം. എന്ന് വെച്ചാൽ ഈ എഫിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും ഇതിൻ്റെ എഫ്. അതായത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി, ഫോട്ടോൺസിൻ്റെ ഫ്രീക്വൻസിയിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും ഈ സ്കേറ്റേർഡ് റേയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആണെങ്കിൽ അവിടെ എന്താണ്? ഇതിൻ്റെ ലാംഡ എന്ന് പറയുന്നത് λ2 ആയിരിക്കാം. എന്ന് വെച്ചാൽ ഇത് λ1 ആണെങ്കിൽ ഇവിടെ λ2 ആയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ എനർജി എന്തായിരിക്കും? തീർച്ചയായിട്ടും ഈ സ്കാറ്റേർഡ് റേയുടെ എനർജി എന്ന് പറയുന്നത് ലെസ് ദാൻ E1 ആയിരിക്കും. E2 ഈസ് ഓൾവേസ് ലെസ് ദാൻ E1. കാരണം എന്താണ്? ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പാർട്ട് ഈ ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും? ഇവിടെ നിന്നും എമിറ്റ് ചെയ്യപ്പെടും. ഈ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യപ്പെടും. സോ നമ്മൾ ഇതിനൊരു ആക്സിസ്
കാണുകയാണെങ്കിൽ, ഇതാണ് നമ്മളുടെ ആക്സിസ് എങ്കിൽ, ഈ പാരലൽ ആക്സിസ് കാണുകയാണെങ്കിൽ ഒരു ഫൈ ആംഗിളിൽ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അതുപോലെ തന്നെ ഇത് നമ്മൾ ഇതിനൊരു ആക്സിസ് കാണുകയാണെങ്കിൽ, സപ്പോസ് ഇതാണ് നമ്മളുടെ നമ്മളുടെ സ്കാറ്റേർഡ് റേയുടെ ആക്സിസ് ഇതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഒരു ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആയിരിക്കും. സോ വിത്ത് ആൻ ആംഗിൾ തീറ്റ നമ്മളുടെ ഇൻസിഡൻറ്റ് റേ സ്കാറ്റർ ചെയ്യപ്പെടും. വിത്ത് ആൻ ആംഗിൾ ഫൈ ഈ ഇലക്ട്രോൺ അതിൽ നിന്നും എമിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ എനർജി എന്ന് പറയുന്നത്, സ്കാറ്റേർഡ് റേയുടെ എനർജി എന്ന് പറയുന്നത് ലെസ് ദാൻ ഇൻസിഡൻറ്റ് റേ ആണ്, അല്ലേ? ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജിയേക്കാൾ കുറവായിരിക്കും ഈ സ്കാറ്റേർഡ് ഫോട്ടോൺസിൻ്റെ എനർജി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എനർജി ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട്? വേവ് ലെങ്ത്. അപ്പോൾ എനർജി കുറവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? വേവ് ലെങ്ത് കൂടുതലായിരിക്കും. എനർജി കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? വേവ് ലെങ്ത് കുറവായിരിക്കും. സോ ഇവിടെ λ1 ആണ് നമ്മൾ വേവ് ലെങ്ത് എടുത്തെങ്കിൽ ദിസ് λ1 ഈസ് ഓൾവേസ് ലെസ് ദാൻ λ2. That means there is a difference between λ1 and λ2. So that difference can be find out by using this equation. So here λ1, that is greater wavelength. So if we consider this is λ2, the wavelength of scattered photon, and this is λ1, the wavelength of incident photon. So the difference between the wavelength of scattered and incident gamma rays, that is λ2 minus λ1, is equal to h divided by m0 c into 1 minus cos theta. So here what is h? H is Planck's constant, that is 6.626 into 10 raised to minus 34 joule second. What is m0? This is the rest mass energy. Rest mass of what? Our electron. So what is C? 3 into 10 raised to 8 meter per second. Light, velocity of light. So cos theta, what is theta? The angle between the λ2 and this parallel axis. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോംപ്റ്റൺ എഫക്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ റേഡിയേഷൻസിൻ്റെ ഫലമായിട്ട് എമിറ്റ് ചെയ്യപ്പെട്ട ഗാമ റേസ് ഓർ ഫോട്ടോൺസ് എന്ത് ചെയ്യുന്നു? നമ്മളുടെ മാറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് മാറ്ററിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു പാർട്ട് ഓഫ് ഈ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഗാമ റേസ് സ്കാറ്റർ ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആറ്റം എന്തായി മാറുന്നു? ചാർജ് പാർട്ടിക്കിളായി മാറുന്നു. എന്ന് വെച്ചാൽ ചാർജ്ലെസ് ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റം അയോൺസ് ആയിട്ട് മാറുന്നു എന്ന് മീനിങ്. സോ ഇത് ഇങ്ങനെ ഒരു അയോണൈസേഷൻ നടക്കാനുള്ള റീസൺ എന്താണ്? ദ അബ്സോർപ്ഷൻ ഓർ ദി കൊളീഷൻ ഓഫ് ഗാമ റേസ് വിത്ത് ദ മാറ്റർ. സോ ഇതാണ് കോംപ്റ്റൺ എഫക്റ്റ്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദ ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് പെയർ പ്രൊഡക്റ്റ്. സോ ഇവിടെ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ ഗാമയുടെ എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ലെസ് ദാൻ 0.1 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. എനർജി ഈസ് ലെസ് ദാൻ 0.1 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് കോംപ്റ്റൺ എഫക്റ്റ് ഉണ്ടാണെങ്കിൽ അതേ ഫോട്ടോൺസ് തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ മാറ്റർ ഉപയോഗപ്പെടുത്തുന്നത്. ബട്ട് അതിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കണം? energy is greater than this 0.1 mega electron volt and less than 10 mega electron volt. അപ്പം ഇനി മൂന്നാമത്തെ പോസിബിലിറ്റി അല്ലെങ്കിൽ മൂന്നാമത്തെ കോമൺ എഫക്റ്റ് ആയിട്ടുള്ള പെയർ പ്രൊഡക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, പെയർ പ്രൊഡക്റ്റ്
ഈ എഫക്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ മൂന്നാമത്തെ കേസാണ് വരുന്നത്. എന്താണ് ആ മൂന്നാമത്തെ കേസ്? ഇഫ് E is greater than this 10 mega electron volt, greater than 10 mega electron volt. സോ ഈ മൂന്നെണ്ണം, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണെങ്കിലും കോംപ്റ്റൺ എഫക്റ്റ് ആണെങ്കിലും പെയർ പ്രൊഡക്റ്റ് ആണെങ്കിലും എന്താണ് സംഭവിക്കുന്നത്? ദ ഇൻട്രാക്ഷൻ ഓഫ് മാറ്റർ വിത്ത് ഫോട്ടോൺസ്. സോ ഈ ഇൻട്രാക്ട് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ എനർജി ലെസ് ദാൻ 0.1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ there will be happen the photoelectric effect. And if the energy of this incident photon is in between 0.1 mega electron volt and 10 mega electron volt, there will be the possibility of Compton effect. And if the energy of incident photon is greater than 10 mega electron volt, so there is the possibility of the third one, pair product. So what is the pair product? നമ്മൾ ഇതേപോലെ ഒരു ഗാമ റേസ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗാമ ഫോട്ടോൺസ് എന്ത് ചെയ്യുന്നു, നമ്മളൊരു മെറ്റീരിയലായിട്ട് ഒരു മാറ്ററായിട്ട് ബൊമ്പാർഡ് ചെയ്യുകയാണെങ്കിൽ, ഇൻസിഡൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ എനർജി അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ മാറ്ററിൽ നിന്നും ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ കൂടെ ഇലക്ട്രോണിൻ്റെ പെയറായിട്ടുള്ള പോസിട്രോണും എമിറ്റ് ചെയ്യപ്പെടുന്നു. സോ പെയർ പ്രൊഡക്റ്റ് ആണ്. ഇവിടെ നിന്ന് ഈ കൊളീഷൻ നടക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഗാമ റേസിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് കൊണ്ട് അവിടെ പെയർ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു. ഏതാണ് ആ പെയർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? എന്താണ്? ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അത് പെയറാണ്. ഏതാണ്? ഇലക്ട്രോൺ, അതിൻ്റെ പെയറായിട്ടുള്ള പോസിട്രോൺ. ഇനി സപ്പോസ് ഇവിടുന്ന് എമിറ്റ് ചെയ്യപ്പെടുന്നത് ന്യൂട്രിനോൺ ആണെങ്കിൽ അതിൻ്റെ പെയറായിട്ടുള്ള ആൻറ്റി ന്യൂട്രിനോൺ. സോ എമിറ്റ് ചെയ്യുന്നതിൻ്റെ പെയർ ഇലക്ട്രോൺ ആണെങ്കിൽ പോസിട്രോൺ. സോ ഇതിന് പറയുന്ന പേരാണ് പെയർ പ്രൊഡക്റ്റ്. അപ്പോൾ ഈ പെയർ പ്രൊഡക്റ്റ് ആണെങ്കിലും കോംപ്റ്റൺ എഫക്റ്റ് ആണെങ്കിലും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണെങ്കിലും ആ മൂന്നും സംഭവിക്കുന്നത് ഡ്യൂ ടു ദി ഇൻട്രാക്ഷൻ ഓഫ് photons or gamma rays or gamma radiations with the matter. അപ്പോൾ ഇവിടെ എന്താണ്? അയോണൈസേഷൻ തന്നെയാണ് നടക്കുന്നത്. ഇലക്ട്രോൺ ആണ് എമിറ്റ് ചെയ്യപ്പെടുന്നത്. ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്ന സമയത്ത് നോർമലി ഇതിനകത്ത് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് എമിറ്റ് ചെയ്യുന്നത്? ആറ്റത്തിൽ നിന്നാണ് എമിറ്റ് ചെയ്യുന്നത്. സോ ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺ എമിറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അവിടെ ഉണ്ടാവും ആ ആറ്റം ചാർജ്ഡ് ആയി മാറുന്നു. എന്ന് വെച്ചാൽ അത് അയോൺസ് ആയി മാറുന്നു. റൈറ്റ്? അപ്പോൾ ഈ മൂന്നെണ്ണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ ഇത് എന്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്? ഗാമ റേസിൻ്റെ ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഏതാണ്? ബീറ്റ ആൻഡ് ആൽഫ, അല്ലേ? ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലി, ഹീലിയം ന്യൂക്ലി. അപ്പം ആ പാർട്ടിക്കിളാണ് എമിറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ, റേഡിയേഷൻസിൻ്റെ ഫലമായിട്ട് എമിറ്റ് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിൾസ് ബീറ്റ ആൽഫ ആണെങ്കിൽ ആ ബീറ്റ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? ഇതുപോലെ തന്നെ ഡിഫറെൻറ്റ് മാറ്റേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ട് മറ്റ് 3 ഫിനോമിനാസ് ഉണ്ടാവുന്നു. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോൺസ് ഓർ ഹീലിയം ന്യൂക്ലിയസ്, അതല്ലെങ്കിൽ ബീറ്റ ഓർ ആൽഫ പാർട്ടിക്കിൾസ്. സോ ഇത്തരത്തിൽ ഉള്ള റേഡിയേഷൻസ്, റേഡിയേറ്റീവ് പാർട്ടിക്കിൾസ്. അപ്പം ഈ റേഡിയോ ന്യൂക്ലിയസിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന റേഡിയേഷൻസ് ബീറ്റ പാർട്ടിക്കിൾ അതല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിൽ ഇവ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഫോട്ടോൺസ് പോലെ തന്നെ ഡിഫറെൻറ്റ് മാറ്റേഴ്സുമായിട്ട് ഇൻട്രാക്ഷനിൽ ഏർപ്പെടും. ദേ ആർ ഇൻട്രാക്ട് വിത്ത് മാറ്റേഴ്സ്. സോ ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് മുന്നേ പഠിച്ചതുപോലെ തന്നെയുള്ള വ്യത്യസ്തമായിട്ടുള്ള 3 കോമൺ അല്ലെങ്കിൽ മെയിൻ എഫക്ട്സുകൾ ഉണ്ടാവുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ കൂളോംബ് സ്കാറ്ററിംഗ്, സെക്കൻഡ് വൺ അയോണൈസേഷൻ ആൻഡ് തേർഡ് വൺ ബ്രംസ്റ്റാലിംഗ് എഫക്റ്റ്. സോ ഈ 3 എഫക്റ്റുകൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ബീറ്റ ഓർ ആൽഫ റേഡിയേഷൻസ് മാറ്റേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യപ്പെടുന്ന സമയത്താണ് ഈ പറയുന്ന 3 ഫിനോമിനാസ് ഓർ എഫക്ട്സ് സംഭവിക്കുന്നത്. സോ ഈ 3 എണ്ണം എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് കൂളോംബ് സ്കാറ്ററിംഗ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാണ് ഒരു ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? നമ്മളെ ഒരു ആറ്റത്തിലേക്ക്
അല്ലെങ്കിൽ മാറ്ററിലേക്ക് മൂവ് ചെയ്യാണ്. സോ ഡെഫിനറ്റ്ലി അതിനകത്ത് നിന്നുണ്ട് ആറ്റം ഉണ്ട്. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആൽഫ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ടുവേഴ്സ് ദി സെൻറ്റർ ഓഫ് ദ ആറ്റം. സോ ആറ്റത്തിൻ്റെ സെൻറ്ററിൽ എന്താണുള്ളത്? പോസിറ്റീവ് ചാർജ്ഡ് ന്യൂക്ലിയസ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ആൽഫ പാർട്ടിക്കിളാണ്. ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് ഏതാണ്? പോസിറ്റീവാണ്. സോ ഇവിടെ ഉണ്ടാകുന്ന ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജും പോസിറ്റീവ്, നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആറ്റത്തിൻ്റെ ന്യൂക്ലിയസും പോസിറ്റീവാണ്. So there will be a Coulombic repulsion between the alpha and nucleus because of positive charges. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ നേരെ മൂവ് ചെയ്യുന്ന, നമ്മളുടെ ന്യൂക്ലിയസിന് നേരെ മൂവ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? സ്കാറ്റർ ചെയ്യപ്പെടും അല്ലേ? സ്കാറ്റർ ചെയ്യപ്പെടും. അതിൻ്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്യും. ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി പോയി കഴിഞ്ഞാലും ആ പോസിറ്റീവ് ചാർജിൻ്റെ എഫക്റ്റ് കൊണ്ട് സ്കാറ്ററായിട്ട് അതിൻ്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്യപ്പെടും. സോ ഇതെന്തുകൊണ്ടാണ്? കൂളോംബിക് റിപ്പൽഷൻ കൊണ്ടാണ്. അപ്പം ഈ കൂളോംബിക് റിപ്പൽഷൻ കൊണ്ടാണ് ഇവിടെ സ്കാറ്ററിങ് ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് കൂളോംബിക് സ്കാറ്ററിങ്. ഇനി നമ്മൾ വിചാരിക്കുകയാണ്, സപ്പോസ് ഇത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഡ്യൂ ടു ദി കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി ഉള്ളത് കൊണ്ടാണ് ഇത് ടുവേഴ്സ് ദി ന്യൂക്ലിയസ് ഇതിന് മൂവ് ചെയ്യാൻ കഴിയുന്നത്. സോ ഹൈ കൈനറ്റിക് എനർജിയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, ഹ്യൂജ് എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി നമ്മൾ കൊടുത്തിട്ടാണ് ഈ ആൽഫ പാർട്ടിക്കിൾ ഈ ന്യൂക്ലിയസിന് ടുവേർഡ്സ് ആ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി എന്താവും? ഈ കൂളോംബിക് റിപ്പൽഷനെ അല്ലെങ്കിൽ കൂളോംബിക് സ്കാറ്ററിങ്ങിനെ അത് ഓവർകം ചെയ്യും, കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ. സോ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇത് അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയും ചെയ്യും, ഈ ന്യൂക്ലിയസായിട്ട് കൊളൈഡ് ചെയ്യുകയും ചെയ്യും. സോ അങ്ങനെ കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി സം കെമിക്കൽ ആക്ടിവിറ്റി അല്ലേ? ന്യൂക്ലിയസും ആൽഫ പാർട്ടിക്കിൾ തമ്മിൽ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും എന്തുണ്ടാവും? അവിടെ ഒരു ആക്ടിവിറ്റി, ഇൻട്രാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള എഫക്റ്റും ഉണ്ടാവും. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൂളോംബ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് അയോണൈസേഷൻ. ഇവിടെ ആൽഫ പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? ഈ ആറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് മൂവ് ചെയ്യാണ്. അപ്പം നമ്മളിതെല്ലാം മാറ്ററാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മാറ്റർ എന്ന് പറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ ആൽഫ പാർട്ടിക്കിൾ അവിടെ അറ്റോമിക് ലെവലിൽ നമ്മൾ ഇമാജിൻ ചെയ്യാണ്. അപ്പം ഒരു മാറ്ററിലേക്ക് കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ ആ മാറ്ററിൻ്റെ അകത്തുണ്ടാകുന്ന ആറ്റം ആയിട്ടാണ് ഇത് ഇൻട്രാക്ട് ചെയ്യുന്നത്. സോ ആൽഫ പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ് ടുവേഴ്സ് ദി ആറ്റം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന ആറ്റത്തിൻ്റെ സെൻറ്ററാണിത് ന്യൂക്ലിയസ്, പോസിറ്റീവ് ചാർജ്, അതിൻ്റെ ഓർബിറ്റ്, അതിൽ നിന്നുണ്ട് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇതെന്ത് ചെയ്യുന്നു? ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിന് പോസിറ്റീവ് ചാർജ് ആണുള്ളത് ആൽഫ പാർട്ടിക്കിളിന്. സോ ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജ് ആണുള്ളത്. അതുകൂടാതെ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഹീലിയം ന്യൂക്ലിയസിന് ഈക്വലാണ് അല്ലേ? ഹീലിയം ന്യൂക്ലിയസിന് ഈക്വലാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജിനെക്കാട്ട് വളരെയധികം കൂടുതലായിരിക്കും അല്ലേ? അപ്പം അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എന്താവും? ഈ ആൽഫ പാർട്ടിക്കിൾ നമ്മുടെ ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യും അല്ലെ? അട്രാക്ട് ചെയ്യും. സോ ദീസ് ഇലക്ട്രോൺ വിൽ അട്രാക്ട് ടുവേർഡ്സ് ദി ആൽഫ പാർട്ടിക്കിൾ. സോ ദീസ് ഇലക്ട്രോൺ വിൽ എമിറ്റ് ഫ്രം ദി ആറ്റം. സോ എന്ത് ചെയ്യും? ഈ ആൽഫ പാർട്ടിക്കിളിൻ്റെ ആ പ്രസൻസ് കൊണ്ട് ഇതിനകത്ത് നിന്നുണ്ടായ ഇലക്ട്രോൺ എന്ത് ചെയ്യും? അവിടെ നിന്നും എമിറ്റ് ചെയ്യപ്പെടും, ആറ്റത്തിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടും. ആറ്റത്തിൽ നിന്ന് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. സോ ഇതിൻ്റെ ബാലൻസിങ് മാറും. അപ്പം ഈ ആറ്റത്തിന് ചാർജ് വരും. ആറ്റത്തിന് ചാർജ് വന്നാൽ നമുക്ക് അതിനെന്ത് പറയാം? അയോൺസ് എന്ന് വിളിക്കാം. ഇനിയിപ്പോൾ നമ്മൾ കൺസിഡർ ആണ് ഈ ആൽഫയ്ക്ക് പകരം ബീറ്റയാണ് പോകുന്നത് വിചാരിക്കാം. ബീറ്റ ആണെങ്കിൽ ഈ അയോണൈസേഷൻ നടക്കും. എങ്ങനെയാണ് നടക്കുക? അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ബീറ്റ ആണെന്ന് വിചാരിക്കാം. ബീറ്റ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ഇവിടെ പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസ്, അതിന് ചുറ്റും ഉണ്ടാവുന്നുണ്ട് ഇലക്ട്രോൺ ഉണ്ടാവുന്നുണ്ട്. സോ ഇവിടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. സോ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺ ഇവിടെ എത്തുന്ന സമയത്ത് ഇത് തമ്മിൽ റിപ്പൽഷൻ നടക്കും, കൂളോംബിക് റിപ്പൽഷൻ നടക്കും. സോ ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് തമ്മിലുള്ള റിപ്പൽഷൻ കൊണ്ട് ഇതിൻ്റെ ഈ ഇലക്ട്രോണിന് ഈ പാത്തിൽ നിന്നുണ്ടാവും ഒരു അൺസ്റ്റെബിലിറ്റി ഫീൽ ചെയ്യും. ഇത് ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങും, പുറത്തേക്ക് മൂവ് ചെയ്യും. പുറത്തേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും? അതിൻ്റെ ആ കൂളോംബിക് അട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ ആൻഡ് ന്യൂക്ലിയസ് അതിൽ ചേഞ്ചസ് വരും. സോ അതുകൊണ്ട് ഈ ഇലക്ട്രോൺ എന്താവും? എമിറ്റ് ചെയ്യപ്പെടും, പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആറ്റം ബിക്കം അയോൺ. സോ ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിലും ശരി, ബീറ്റ പാർട്ടിക്കിൾ ആണെങ്കിലും ശരി, ഈ ഫിനോമിന കൊണ്ട് എന്തുണ്ടാവും? അവിടെ അയോണൈസേഷൻ നടക്കും മാറ്ററിൽ. ഓക്കെ. ഇനി തേർഡ് വൺ എന്താണ്? ബ്രംസ്റ്റാലിംഗ് എഫക്റ്റ് ആണ്. എന്താണ് ബ്രംസ്റ്റാലിംഗ് എഫക്റ്റ്? നമ്മൾ ഇതേപോലെ ഒരു ബീറ്റ പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുന്നു. ഈ ബീറ്റ പാർട്ടിക്കിൾ
ആറ്റത്തിലേക്ക് മൂവ് ചെയ്യാണ്. ടുവേഴ്സ് ദി ആറ്റം ദ ബീറ്റ പാർട്ടിക്കിൾ ഈസ് മൂവിങ്. സോ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇപ്പം ബീറ്റ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ചാർജാണ്. നമ്മളുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ്. സോ ഇങ്ങനെ മൂവ് ചെയ്ത് ഇതിൻ്റെ ന്യൂക്ലിയസിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും? ഈ നെഗറ്റീവും പോസിറ്റീവും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവും. അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്ട്രെയിറ്റ് ലൈനിൽ പോയിക്കൊണ്ടിരുന്ന ഈ ബീറ്റ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? അതിൻ്റെ പാത്തിൽ ഒരു ഡീവിയേഷൻ നടക്കും. പാത്ത് എന്താവും? ഡീവിയേറ്റ് ചെയ്യപ്പെടും. കാരണം ഇവിടെ ഒരു അട്രാക്ഷൻ, കുളോംബിക് അട്രാക്ഷൻ ഉള്ളത് കൊണ്ട്, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. അത് മാത്രമാണോ? അത് മാത്രമല്ല. കാരണം എന്താ? ഇതിൽ വിത്ത് ആൻ എനർജി, ഒരു എനർജിയിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇതിന് ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. ബട്ട് ഇവിടെ വരുന്ന സമയത്ത് ഈ അട്രാക്ഷൻ കൊണ്ട് ആ എനർജിയിൽ എന്തുണ്ടാവും? ഡിഫറൻസ് ഉണ്ടാവും. സോ ഈ പുറത്ത് വരുന്ന ബീറ്റ പാർട്ടിക്കിളിന് ഈ എനർജി ഉണ്ടാവില്ല. സപ്പോസ് ഇത് E1 ആണെങ്കിൽ ഇത് മേ ബി E0 ആയിരിക്കും. എന്ന് വെച്ചാൽ അവിടെ ഒരു എനർജി ഡിഫറൻസ് ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ഈ മൂവ്മെൻറ്റ് സ്ലോ ആയിപ്പെടും. കാരണം ഇത് ഈ എനർജിയിൽ, കൈനറ്റിക് എനർജിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് അട്രാക്ഷൻ നടക്കും. അട്രാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? ആക്ച്വലി ഒരു ബ്രേക്കാണ് അവിടെ ഉണ്ടാകുന്നത്, അല്ലേ? ഇതിൻ്റെ മൂവ്മെൻറ്റിൽ തടസ്സപ്പെടും. അതിൻ്റെ സ്പീഡ് ഒന്ന് കുറയും. കാരണം ഈ അട്രാക്ഷൻ കൊണ്ടാണ്, അതുകൊണ്ടാണ് അതിൻ്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ശരിക്കും ഇത് ജർമ്മൻ വേർഡാണ് ബ്രംസ്റ്റാലിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിൻ്റെ മീനിങ് എന്താണ്? ബ്രേക്കിംഗ് എന്നാണ് മീനിങ്. സോ നമ്മളിവിടെ ബ്രേക്ക് ചെയ്യാണ്, അതിൻ്റെ സ്പീഡൊന്ന് ബ്രേക്ക് ചെയ്ത് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എനർജി ചേഞ്ച് ഉണ്ടായി, അല്ലേ? ബീറ്റ പാർട്ടിക്കിളിന് എനർജി ചേഞ്ച് ഉണ്ടായി. അപ്പോൾ ഈ ചേഞ്ച് വന്ന എനർജി എന്ന് വെച്ചാൽ ഇവിടെ ഒരു ലോസ് നടന്നു, എനർജി ലോസ് വന്നു. ആ ലോസ് ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് അതിവിടെ ലോസ് ആവുന്നത് ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺസ് ആയിരിക്കും. ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺസ്. സോ ഇനി നമ്മൾ കൺസിഡർ ചെയ്യാണ് ഇത് മൂവ് ചെയ്തിട്ട് കുറച്ചുകൂടി അടുത്തോട്ടാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി അതിന് ഡീവിയേഷൻ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനർജി തുടക്കത്തിൽ E1 E0 ആണെങ്കിൽ ഈ E0-നെക്കാട്ടും കുറവായിരിക്കും ഇതിൻ്റെ എനർജി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ഈ ഗാമയെക്കാട്ട് കൂടുതൽ എനർജി അവിടെ ലോസ് ചെയ്യപ്പെടും. മീൻസ് ഇവിടെ E0-നെക്കാട്ട് കൂടുതൽ എനർജി ലോസ് ചെയ്യപ്പെട്ടു. ഇത് E0 ആണ്. ഇതിനെക്കാട്ടും കൂടുതൽ ബ്രേക്കിംഗ് നടക്കും. കാരണം ഇത് തൊട്ടടുത്താണ് നടക്കുന്നത്. ഈ ആൽഫ പാർട്ടിക്കിൾ ഈ ബീറ്റ എന്ന് പറയുന്ന ന്യൂക്ലിയസിന് കുറച്ചുകൂടി അടുത്താണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അട്രാക്ഷൻ കൂടുതലായിരിക്കും. അട്രാക്ഷൻ കൂടുന്ന സമയത്ത് കൂടുതൽ ഡീവിയേഷൻ നടക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ എനർജി കൂടുതലായിട്ട് കുറയും. അതായത് E0-നെക്കാട്ടും കുറവായിരിക്കും ഇവിടെ E എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കൂടുതൽ എനർജി എമിറ്റ് ചെയ്യപ്പെടും. സോ ഇവിടെ ഗാമ നോട്ട് ആണെങ്കിൽ ഇത് ഗാമ 1 ആയിരിക്കും. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് വീണ്ടും ഇതിന് കുറച്ചുകൂടി ചേർന്നിട്ടാണെങ്കിൽ വലിയ രീതിയിലുള്ളൊരു പാത്ത് ഡീവിയേഷൻ ഉണ്ടാവും. സോ ഇത് E1, ഇത് E0, സപ്പോസ് ഇത് E2, ഇത് E3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വീണ്ടും അതിൻ്റെ ബ്രേക്കിംഗ് കൂടുക ചെയ്യുക, കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവുക ചെയ്യുക. കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ എനർജി ഇവിടെ ലോസ് ആവും. അപ്പം ഇവിടെ ഉണ്ടാവുന്ന എനർജി എന്ന് പറയുന്നത് ഗാമ 3 ആണെങ്കിൽ ഈ ഗാമ 3 ആയിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ വാല്യൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ R0 is less than R1, R1 is less than R3. സോ നമ്മൾ എനർജീൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ E0 എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. E2 എന്ന് പറയുന്നത് E0-നെക്കാട്ടും കുറവായിരിക്കും. E3 എന്ന് പറയുന്നത് E0-നെക്കാട്ടും കുറവായിരിക്കും. സോ ഇവിടെ ലോസ് ആവുന്ന എനർജിയാണ് ഫോട്ടോൺസ് ആയിട്ട് എമിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ എഫക്റ്റിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ ഫിനോമിനാസിന് പറയുന്ന പേരാണ് ബ്രംസ്റ്റാലിംഗ് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതും എന്താണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഡ്യൂ ടു ദി ഇൻട്രാക്ഷൻ ഓഫ് റേഡിയേഷൻ വിത്ത് മാറ്റേഴ്സ്. അപ്പം നമ്മൾ ഈ റേഡിയേഷൻസിൻ്റെ ഫലമായിട്ട് എമിറ്റ് ചെയ്യപ്പെടുന്ന ആൽഫ, ബീറ്റ or ഗാമ പാർട്ടിക്കിൾസ് മറ്റ് മാറ്റേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പല എഫക്ട്സുകളും പല ഫിനോമിനാസും സംഭവിക്കും ആ മെറ്റീരിയലിന്, ആ മാറ്ററിന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ റേഡിയേഷൻസിൻ്റെ ഫലമായിട്ട് എമിറ്റ് ചെയ്യപ്പെടുന്ന ഈ പാർട്ടിക്കിൾസ് ആൽഫ, ബീറ്റ, ഗാമ, ഇതിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ എനർജി, അതല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ അതിൻ്റെ കൗണ്ട്, ഇതെല്ലാം മെഷർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി അതല്ലെങ്കിൽ അതിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ അവിടെയാണ് നമ്മളുടെ ന്യൂക്ലിയർ ഡിറ്റക്ടേഴ്സിൻ്റെയും കൗണ്ടേഴ്സിൻ്റെയും ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ന്യൂക്ലിയർ ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ റേഡിയേഷൻസ് ആൽഫ, ബീറ്റ, ഗാമ പാർട്ടിക്കിൾസിൻ്റെ ഡിറ്റക്ടേഴ്സും കൗണ്ടേഴ്സും ആണ്. സോ നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ റേഡിയോ പാർട്ടിക്കിളിൻ്റെ
എങ്ങനെയാണ് ഡിറ്റക്റ്റ് ചെയ്യുക, എങ്ങനെയാണ് അതിനെ കൗണ്ട് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റൈറ്റ്.